നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് തീർത്ത പ്രതിസന്ധികൾ പ്രവാസലോകം ഇപ്പോഴും നേരിടുന്നു. രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതും രോഗത്തിന്റെ മറ്റു അവസ്ഥകളുമൊക്കെ പ്രവാസികൾക്ക് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രതിസന്ധി അവർ നേരിടുകയാണ്. സൗദിയിലെ അധ്യാപന മേഖലയിൽ നിന്ന് പ്രവാസികൾ പുറത്താക്കപ്പെടുന്നു എന്നതാണ് ആ വിവരം. സൗദി വൽക്കരണത്തിന്റെ പ്രത്യാഘാതം പ്രവാസികളെ ബാധിക്കുന്നു. 1 മുതൽ 6 വരെ ക്ലാസുകളുള്ള പ്രൈമറി വിദ്യാലയങ്ങളിൽ സൗദി വൽക്കരണം നടപ്പിലാക്കുകയാണ്. മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള പ്രൈമറി സ്കൂളിലെ അധ്യാപകരിൽ 90% സൗദികളായിരിക്കണം. ഓഗസ്റ്റ് 29 ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ സൗദി വൽക്കരണം നടപ്പിലാക്കാനാണ് തീരുമാനം. മാത്രമല്ല, ആൺകുട്ടികൾക്കുള്ള പ്രാഥമിക വിദ്യാലയങ്ങളിൽ 60% പേരും സ്വദേശികളായിരിക്കണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള ഇന്റർനാഷണൽ പ്രൈമറി സ്കൂളുകളിൽ സൗദി അധ്യാപകരുടെ നിരക്ക് 80%-ആയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ആദ്യഘട്ടത്തിൽ 8000 സൗദികൾക്ക് പുതുതായി ജോലി നൽകാനാണ് സൗദി മന്ത്രാലയത്തിന്റെ നീക്കം. പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി അവസരം ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റി, കോളേജ് ബിരുദധാരികളായ സൗദികൾക്കാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിലൂടെ 28,000 സൗദി അധ്യാപകർക്ക് ജോലി കിട്ടുമെന്ന് ശുഭപ്രതീക്ഷയും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും പ്രവാസി അധ്യാപകർക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. പ്രൈമറി സ്കൂൾ അധ്യാപകരായി നിയമിക്കപ്പെടുന്ന സൗദി പൗരന്മാർക്ക് 5000 റിയാൽ ശമ്പളം നൽകണമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത്. 1 ലക്ഷത്തോളം രൂപയുണ്ട് ഇതിൽ. കുറഞ്ഞ ശമ്പളമാണ് നൽകുന്നതെങ്കിൽ സൗദി വൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളിന് നിശ്ചയിച്ചു നൽകിയ കോട്ടയിൽ ഇവരുടെ എണ്ണം ഉൾപ്പെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സൗദി വൽക്കരണ നിരക്ക് പാലിക്കാത്തവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തെ കസ്റ്റമർ കെയർ ജോലികൾ സൗദികൾക്ക് മാത്രമാക്കിക്കൊണ്ടുള്ള മന്ത്രാലയത്തിന്റെ തീരുമാനം നടപ്പിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ 8000 സൗദികൾക്ക് ഈ മേഖലയിൽ ജോലി കിട്ടിയതായും മന്ത്രാലയം വെളിപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.